ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പില്ലോ കേസ് ബേബി ഫ്രോക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ. 2 to 3 year old കിഡ്സിൻ്റെ സൈസ് ചാർട്ടിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഇന്ന് പില്ലോ കേസ് ബേബി ഫ്രോക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പില്ലോ കേസ് ബേബി ഫ്രോക്കിൻ്റെ ഒരു മോഡൽ ഒന്ന് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേഷൻസ് പറഞ്ഞുതരാം. അതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകുമല്ലോ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് 2 to 3 year old കിഡ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് ഷോൾഡർ തൊട്ട് എവിടം വരെയാണോ എടുക്കുന്നത്. ഞാനിവിടെ ഒരു മുട്ട് വരെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 22 ഇഞ്ചാണ് ലെങ്ത് ആക്കി എടുക്കുന്നത്. അത്രയും വേണ്ടി വരില്ല. ലെങ്ത് എല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് താഴെ ഞാൻ ഫ്രിൽസ് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്താണ് 22 ഇഞ്ചെന്ന് ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഫ്രിൽസിൻ്റെ ഹൈറ്റ് ഞാനൊരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഫ്രിൽസ് ഇല്ലാണ്ടുള്ള ബാക്കി ബോഡി പാർട്ടിൻ്റെ ഹൈറ്റ് കാണണമെങ്കിൽ ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ആ ഫ്രിൽസിൻ്റെ ഹൈറ്റ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 18 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ബോഡിയുടെ ചെസ്റ്റ് റൗണ്ട് ആണ്. 2 to 3 year old കിഡ്സ് ആയതുകൊണ്ട് ഞാൻ ചെസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് 22 ഇഞ്ചാണ്. അതിനോടൊപ്പം 1 ഇഞ്ച് ലൂസും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 23 ഇഞ്ചാണ് ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും നമുക്ക് ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ 23ൻ്റെ നേർപകുതി എന്ന് പറയുമ്പോൾ നമുക്കൊരു 11.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഈ 11.5 ഇഞ്ചിൽ രണ്ട് സൈഡിലോട്ടും നമ്മുടെ ആം റൗണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിലെയും 2.5 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ നമുക്ക് 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ 5 ഇഞ്ചിനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ടിലെ ചെസ്റ്റിൻ്റെ വിത്ത് എന്ന് പറയുന്ന 11.5 ആണല്ലോ, അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 6.5 കിട്ടും. അപ്പോൾ ഈ 6.5 നമ്മുടെ കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാൽക്കുലേഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്യാദേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ 6.5 ഇഞ്ചിൻ്റെ 5 ഇരട്ടിയാണ് എടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഗ്യാദേഴ്സ് വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം പിന്നെ നമ്മൾ രണ്ട് സൈഡിൽ ആം ഹോളിന് വേണ്ടിയിട്ട് വിട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ 5 ഇഞ്ച്, അതും കൂടെ കൂട്ടുക. അങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് ആക്കി എടുക്കുന്നത്. ഫാബ്രിക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫ്രില്ലില്ലാണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 18 ഇഞ്ചാണ്. അതിനോടൊപ്പം 1 ഇഞ്ച് താഴെ മടക്കിയടിക്കാനുള്ള തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് 19 ഇഞ്ച് വന്നത് കേട്ടോ. കഴുത്തിന് നമ്മൾ ക്രോസ് പീസ് വെച്ച് കവർ ചെയ്യാണ്, അതുകൊണ്ട് ആ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഫാബ്രിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ 6.5 ഇഞ്ചിൻ്റെ 5 ഇരട്ടി എടുത്തു. അപ്പോൾ നമുക്ക് 33 ഇഞ്ചാണ് വരുന്നത്. അതിനോടൊപ്പം രണ്ട് സൈഡിലും നമ്മൾ ആം റൗണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 ഇഞ്ച് വെച്ച് കൊടുത്തായിരുന്നു അല്ലേ, അതും കൂടെ നമ്മളൊന്ന് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 38 ഇഞ്ച് വന്നു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് ഫാബ്രിക്കിനെയും നമ്മൾ നടുക്കുന്ന ഫോൾഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ മാത്രമാണ് കാണിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴത്തോട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റും അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലോട്ടും കൂടെ ചേർത്ത് ചരിച്ചൊരു ലൈൻ വരയ്ക്കുക കേട്ടോ. അതായത് നമുക്ക് നെക്ക് ഇച്ചിരി ഒന്ന് കേർവി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് പറഞ്ഞായിരുന്നു. അത് നമ്മൾ അതിൻ്റെ ഓപ്പൺ സൈഡിൽ വേണം മാർക്ക് ചെയ്യാൻ. ഫോൾഡ് ചെയ്ത സൈഡിലല്ല, ഓപ്പണിങ് സൈഡിലാണ് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് നമുക്ക് താഴത്തോട്ട് നമ്മുടെ ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യുക. ഞാനൊരു 4.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഇതേപോലെ ബോക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ആം റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും നമ്മളിത് ഒരുമിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും ഒരുമിച്ചിട്ടാണ് ആം റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെ തന്നെ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഓപ്പൺ സൈഡിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുന്ന് താഴത്തോട്ട് നമ്മുടെ ആം ഹോൾ ഡെപ്ത് 4.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളതൊന്ന് കുഴിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുക. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും ഇതേപോലെ ഒരു ചെറിയ നോച്ചസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഗ്യാദേഴ്സ് ഒക്കെ ഇടാൻ നേരത്ത് ഒരേ ലെവലിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള ഇത്രയും ഒരു ലെങ്ത് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും നമ്മൾ ഗ്യാദേഴ്സ് ഇടുന്നത്. നമുക്ക് ഒത്തിരി ഫ്രില്ലി ആയിട്ട് കിടക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത് കൂട്ടാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഫ്രിൽസ് മതിയെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 5 ഇരട്ടിയാണ് എടുത്തത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ഇരട്ടി എടുക്കാം, 2 ഇരട്ടി എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് 6.5 ഇഞ്ചാണ് കിട്ടേണ്ടത്.
ആ 6.5 ഇഞ്ചിലോട്ടാണ് നമ്മളിത് ഗ്യാദേഴ്സ് ആക്കി എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ഗ്യാദേഴ്സ് ആക്കി എടുക്കുക, അതേപോലെ തന്നെ ബാക്കും ഗ്യാദേഴ്സ് ആക്കി എടുക്കുക. ഗ്യാദേഴ്സ് ആക്കി എടുക്കുന്നത് നമുക്ക് മെഷീനിൽ ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതേപോലെ ഒരു ത്രെഡ് പുള്ള് ചെയ്ത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിലോട്ട് ആക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും ഇതേപോലെ നമ്മൾ ഗ്യാദേഴ്സ് ഇട്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാദേഴ്സ് ഇടുമ്പോഴുണ്ടല്ലോ, നമ്മൾ കറക്റ്റ് അത് ഇട്ടതിന് ശേഷം അതിന് പുറത്തൂടെ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ആം റൗണ്ട് നമ്മളൊന്ന് ഫിനിഷിങ് കൊടുക്കണം. നമ്മൾ അവിടെ അഡീഷണൽ തയ്യൽ തുമ്പ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ അവിടെ ഞാൻ ക്രോസ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പം ക്രോസ് പീസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും നമ്മൾ ആം ഹോള് ക്രോസ് പീസ് വെച്ച് ആദ്യം നമ്മൾ നല്ല വശത്തോടെ ഒരു 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും 1/4 ഇഞ്ച് വെച്ച് മടക്കി ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഈ ഒരു ഫ്രോക്കിൽ ഫ്രണ്ടിൽ ഒരു ലീവ്സിൻ്റെ ഷേപ്പിൽ നമുക്ക് ക്രേപ്പ് ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം, കാരണം ഇത് ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അത് ഞാനിനി നെക്സ്റ്റ് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു 5 ലീഫ് 2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്യാൻവാസ് വെച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഫിനിഷിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, കഴുത്തിന് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല. അവിടെ നമ്മൾ ഇതേപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അതായത് 1/2 ഇഞ്ച് ആണ് നമ്മുടെ ക്രോസ് പീസ് മടക്കിയടിക്കുന്ന വീതി. അപ്പം ഞാനൊരു 2 ഇഞ്ച് വിഡ്ത്തിലാണ് ക്രോസ് പീസ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പാറ്റേണും ചെയ്യണം, ബാക്ക് പാറ്റേണും ചെയ്യണം കേട്ടോ. ഫ്രണ്ടിൽ മാത്രമേ ഞാൻ ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ, ബാക്കിൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ക്രോസ് പീസ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സൈഡ് കണ്ടോ, ആ സൈഡ് ഫിനിഷിങ്ങിൽ കിട്ടാനായിട്ട് ക്രോസ് പീസ് നമ്മൾ മുമ്പിലോട്ടൊന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. ഇനി താഴെ നമുക്ക് ഫ്രിൽസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ഇഞ്ച് വീതി തയ്യൽ തുമ്പ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ താഴത്തെ ലെങ്ത് എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 2.5 ഇരട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല നീളം തന്നെ ഫ്രിൽസ് ചെയ്യാനായിട്ട് വേണം. അപ്പം ഇതേപോലെ ഞാൻ കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിൽസ് ഫ്രണ്ടിനും ബാക്കിനും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ നമ്മൾ ഓൾറെഡി 38 ഇഞ്ചായിരുന്നു ലെങ്ത് എടുത്തിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും നമ്മൾ ക്രേപ്പിൽ എടുത്താലേ നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും ഫ്ലെയറിൽ ഫ്രിൽസ് കിടക്കത്തുള്ളൂ. അപ്പോൾ 3 ഇരട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫ്രിൽസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഫ്രണ്ടും ബാക്കും ഇതേപോലെ ഞാൻ ഫ്രിൽസ് ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇതിൻ്റെ മെയിൻ പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി സൈഡ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട് സീം മെത്തേഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആദ്യം നല്ല വശത്തുകൂടി ഒരു 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫിനിഷിങ്ങിൽ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ കെട്ട് വരുന്ന പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ക്രേപ്പിൻ്റെ ക്ലോത്തിൽ തന്നെ ഞാൻ 2 സ്ട്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് കവർ ചെയ്തെടുക്കുമായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടി ഇതേപോലെ കയറ്റി കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും 2 സ്ട്രാപ്പ് ഇതേപോലെ ചെയ്ത് കയറ്റിയെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്ട്രാപ്പിൻ്റെ ലെങ്ത് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എടുക്കാം. അപ്പം നമുക്ക് 2 സൈഡിലും ഇതേപോലെ കെട്ടായിട്ട് കിടക്കും. താഴത്തോട്ട് ഭയങ്കര ബ്രീസി ആയിട്ട് ഈ ഒരു ഫ്രോക്ക് കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു മോഡൽ കേട്ടോ. പിന്നെ ഈ ഒരു ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് തന്നെ ഇട്ടേക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു
ക്രോസ് പീസിനുള്ളിൽ കൂടിയാണല്ലോ ഈ ഒരു സ്ട്രിപ്പ് കയറ്റിയത്. അപ്പോൾ ആ ഒരു സ്ട്രിപ്പ് നീങ്ങി പോവാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ഒരു പില്ലോ കേസ് ബേബി ഫ്രോക്ക്. ഇതിനകത്ത് ആകെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലീഫാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.